കുട്ടിയാക്ക ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മതേതര കേരളത്തിൻ്റെ ഊർജവും ഉന്മേഷവും ആവേശവും ഒക്കെയായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, പ്രിയങ്കരനായ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നയിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ സമുന്നതനായ UDF നേതാവ് CP ബാവ ഹാജിക, പ്രിയപ്പെട്ട സുരേഷ് പൊൽപ്പാക്കിൻ അവർകൾ, അഡ്വക്കേറ്റ് നസറുള്ള, പ്രിയപ്പെട്ട ഇബ്രാഹിം മുദൂർ സാഹിബ്, പ്രിയപ്പെട്ട ഹൈദരാലിക്ക, ശ്രീ അലീം മെഹദി ഉൾപ്പെടെ AICCയുടെ നിരീക്ഷകന്മാർ, പ്രിയങ്കരനായ ശ്രീ പി രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നമ്മുടെ കരുത്തനായ പാർലമെൻറ്റ് മെമ്പർ ഡോക്ടർ MB അബ്ദുൽ സമദ് സമദാനി സാഹിബ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കന്മാർ, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഏതായാലും ഈ മംഗലത്തെ പര്യടനം ഇന്ന് വളരെ ധന്യമായി സമാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ തങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിത സാന്നിധ്യം ഈ ചടങ്ങിന് വളരെയധികം ധന്യതയേകുകയാണ്. മതേതര കേരളം എന്നൊക്കെ പ്രതിസന്ധിയിൽ നേരിടുന്നുവോ അന്നൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് പാണക്കാടിൻ്റെ പൂമുഖ തറവാട്ടിലേക്കാണ്. ഈ കേരളത്തിലെ എല്ലാ കലുഷിതമായ വിഷയങ്ങളിലും പ്രതീക്ഷാപൂർവം അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു ജനകീയ കോടതിയായി, പരിഹാര കോടതിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ മതേതര കേരളത്തിൻ്റെ പടിമുഖത്ത് ഒരു പൂനിലാവിനെ പോലെ പ്രഭ പരത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട തങ്ങളുടെ സാന്നിധ്യം നമുക്ക് വലിയ ആവേശമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മലപ്പുറം DCCയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയം മുതൽ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഓരോ വിഷയങ്ങളിലും പരിഹാരത്തിന് വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ തന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മെൻറ്റർ കൂടിയാണ് പ്രിയപ്പെട്ട തങ്ങൾ. അതുകൊണ്ടാണ് ഈ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് അദ്ദേഹമാണ് ഊർജം പകർന്നത്. ധൈര്യമായി ജോയി തവനൂരിലേക്ക് പോയി വരൂ, ജയിച്ചു വരും എന്ന വാക്ക് പ്രിയപ്പെട്ട തങ്ങളാണ് എനിക്ക് നൽകിയത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ തവനൂരിലേക്ക് വന്നത്. എന്ന് മാത്രമല്ല, കെട്ടിവെക്കാനുള്ള കാശും പ്രിയപ്പെട്ട തങ്ങളുടെ കൈകൊണ്ട് ഏറ്റുവാങ്ങിയിട്ടാണ് ഞാൻ ഈ തവനൂരിൻ്റെ മണ്ണിലെത്തിയിട്ടുള്ളത്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ ആവേശകരമായ നേതൃത്വം നൽകി അദ്ദേഹം തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ യാത്രയ്ക്കിടയിലാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിത സാന്നിധ്യത്തിന് ആത്മാർത്ഥമായ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തവനൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതൊരു മാറ്റമാണ്. ഇവിടെ ബാബാജിക്ക സൂചിപ്പിച്ചു, 15 വർഷമായി ഈ നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾക്ക് നമ്മളൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ നാട്ടിൽ സാധാരണക്കാരൻ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇന്ന് ഞങ്ങൾ ഈ മംഗലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉമ്മമാരും അമ്മമാരും ഞങ്ങളോട് പറയുന്ന പരാതി കുടിക്കുവാൻ വെള്ളമില്ല എന്നാണ്. പുഴകളാലും നദികളാലും വലയം ചെയ്യപ്പെട്ടൊരു മണ്ഡലമാണ്. ഭാരതപ്പുഴയുണ്ട്, ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്ന് അത് ചോർന്നൊലിക്കുകയാണ്. കുടിക്കുവാൻ വെള്ളമില്ലാതെ പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്ന വല്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. ഈ മണ്ഡലത്തിൽ തന്നെ മംഗലം കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് തകർന്നു കിടക്കുകയാണ്. നമ്മുടെ വാടിക്കൽ തൂക്കുപാലം തകർന്നു കിടക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ആശുപത്രിയിൽ അടിയന്തര ചികിത്സാ സംവിധാനമില്ല. കിടത്തി ചികിത്സയ്ക്ക് ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രയാസമാണ്. കാലങ്ങളായി അവരുടെ ആവശ്യമാണ് ഒരു ഫിഷ് ലാൻഡിംഗ് സംവിധാനം. ഇത് കേൾക്കുവാൻ, ഇതിന് ചെവി കൊടുക്കുവാൻ ഈ നാടിനൊരു നാഥനില്ല. കഴിഞ്ഞ 2.5 വർഷം ഇവിടെ ഒരു MLAയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഏതൊക്കെയോ പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ കാണാനില്ല എന്ന പരാതി വരെ കൊടുത്തു. ഞാൻ എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ഉചിതമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൾ അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ വലിയ ആഡംബര വസതി വാങ്ങി. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾക്ക് അമേരിക്കയിൽ പൗരത്വമുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് അമേരിക്കയിൽ പോയി വരികയാണ്. അദ്ദേഹം കഴിഞ്ഞ 2.5 വർഷം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉള്ള പരാതിയാണ്. അദ്ദേഹം തന്നെ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും പുതിയ സ്ഥാനാർത്ഥിയെ വെച്ചവർ പ്രവർത്തനം ആരംഭിച്ചു. വളരെ പൊടുന്നനെ തീരുമാനങ്ങൾക്ക് മാറ്റം വന്ന് അദ്ദേഹം മത്സരിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ഈ വിഷയങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വളരെ പോസിറ്റീവായ പ്രതികരണമാണ്. ഒരു മാറ്റം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുതന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. 15 വർഷമായി ഇനിയൊരു മാറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങളൊരവസരം നൽകണം. വികസനം എന്ത് എന്ന് ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ, മാറ്റം എന്ത് എന്ന് ഈ നാടിനെ അറിയിക്കാൻ ഞങ്ങൾക്കൊരവസരം നൽകണം. നമ്മുടെ അടുത്ത MLAമാരുണ്ടല്ലോ, കുറിക്കോളി മീദിൻ സാഹിബുണ്ട്, ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്, തൊട്ടടുത്ത മണ്ഡലങ്ങളൊക്കെയുണ്ട്.
അവിടെയൊക്കെ വികസനം കൊണ്ട് അവിടുത്തെ MLA-മാർ ആ നാടിനെ വിസ്മയിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്താ? തകർന്നു കിടക്കുന്ന റോഡുകളാണ്, പൊളിഞ്ഞു വീഴാറായ പാലങ്ങളാണ്, കാട് പിടിച്ച് കിടക്കുന്ന പാർക്കുകളാണ്, അടിസ്ഥാന സൗകര്യമില്ലാത്തത് കൊണ്ട് പൂട്ടിപ്പോവേണ്ടി വരുന്ന ആശുപത്രികളാണ്. വല്ലാത്ത പ്രതിസന്ധി ഈ നാട്ടിൽ നിഴലിച്ചു നിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവണം. 15 വർഷത്തെ ഈ പറയുന്ന ദുരിതത്തിൽ നിന്നും നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമായി തിരഞ്ഞെടുപ്പിനെ കാണണം. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ദുരിതപൂർണമായ ഭരണത്തിൽ നിന്നും മോചനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കേരളത്തിലെ നല്ലവരായ ഇടതുപക്ഷ സഖാക്കൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി 3ാം ഭരണം ഇടതുപക്ഷത്തിനുണ്ടാവരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം നിലപാട് സ്വീകരിച്ച് മനസ്സിനകത്ത് നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരാണ് കേരളത്തിലെ നല്ലവരായ സഖാക്കൾ. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ എല്ലാ മേഖലയിലും കേരളത്തെ തകർത്തിരിക്കുകയാണ്. കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചത്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ആ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ദൈവങ്ങൾക്ക് രക്ഷയില്ല എന്ന് ശബരിമല കേസിൽ സുപ്രീം കോടതി വിധി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ കേരളത്തിൻ്റെ അഭിമാനമാണ് ശബരിമല ക്ഷേത്രം. 41 ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടും തലയിലേന്തി അയ്യംവിളികളുമായി ശബരിമല ശാസ്താവിനെ കണ്ട് സായുജ്യമടയുന്നതിന് വേണ്ടി 18ാം പടി കയറുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തരുള്ള മണ്ണാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കാനന ക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമല ക്ഷേത്രത്തിൽ ആദ്യം ആചാര ലംഘനം ഉണ്ടാക്കാൻ ശ്രമം നടത്തി. അതിന് നമ്മൾ ചെറുത്തു തോൽപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ചെമ്പ് പാളികളാണെന്ന വ്യാജ മെഗസറുണ്ടാക്കി കോടിക്കണക്കിനരുടെ അഴിമതി നടത്തിയിരിക്കുകയാണ്. ആ അഴിമതി നടത്തിയ പിണറായി വിജയനെതിരെ പ്രതികരിക്കാൻ നരേന്ദ്രമോദി തയ്യാറല്ല. രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരെയും വേട്ടയാടുകയാണ്. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നു, സോണിയാഗാന്ധിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, DK ശിവകുമാറിനെ ജയിലടയ്ക്കുന്നു, നമ്മുടെ P ചിദംബരത്തെ തുറങ്കലടയ്ക്കുന്നു, അരവിന്ദ് കെജ്രിവാളിനെ ജയിലടയ്ക്കുന്നു, ഷിബു സോറനെ അറസ്റ്റ് ചെയ്യുന്നു, മമതാ ബാനർജിയുടെ വരെ വീട് റെയ്ഡ് ചെയ്യുകയാണ്. രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും ഉന്നമിട്ട് അക്കമിട്ട് ED ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച്, കസ്റ്റംസിനെ ഉപയോഗിച്ച് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ നരേന്ദ്രമോദി വേട്ടയാടുമ്പോൾ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിനകത്ത് നരേന്ദ്രമോദിയുടെ ഒരു നിഴൽ മുഖ്യമന്ത്രിയായി RSSന്റെ ഒരു ഷാഡോ ക്യാബിനറ്റായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു. PM ശ്രീയിൽ നമ്മളത് കണ്ടതാണ്, ലേബർ കോഡിൽ നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഒരു ഡീലാണ്. കേരളത്തിൽ മതേതര ചേരി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ആഗ്രഹിക്കുകയാണ്. ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് കേരളത്തിൽ മതേതരത്വം ജയിക്കാൻ പാടില്ല. നരേന്ദ്രമോദിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഇംഗീതങ്ങളും കേരളത്തിൽ നടപ്പിലാക്കുന്ന ഇടതുപക്ഷത്തിനൊരു തുടർഭരണം ഉണ്ടാവണമെന്ന് നരേന്ദ്രമോദി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ജയിച്ചേ മതിയാവൂ. ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ മതങ്ങളും ജാതികളും ഭാഷകളും വർഗങ്ങളും വൈജാത്യങ്ങളുമുള്ള രാജ്യമാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തിലെ എല്ലാ ഭാഷകളും നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തിലെ എല്ലാ വർഗങ്ങളും വർണ്ണങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. 6 മുഖ്യ മതങ്ങളുണ്ട്, 6200 ജാതികളുണ്ട്, 7 മുഖ്യ വംശങ്ങളുണ്ട്, 52 വർഗങ്ങളുണ്ട്, 18 പ്രധാന ഭാഷകളും 16,000 ഉപഭാഷകളുമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. താടി വെച്ചവരുണ്ട്, താടി വടിച്ചവരുണ്ട്, തൊപ്പി ധരിച്ചവരുണ്ട്, തലപ്പാവ് ധരിച്ചവരുണ്ട്, പൊട്ടുതൊട്ടവരുണ്ട്, തട്ടമിട്ടവരുണ്ട്. ഈ രാജ്യത്തിന്റെ പ്രത്യേകത വൈവിധ്യമാണ്. ആ വൈവിധ്യങ്ങളെ തകർത്ത് ഈ രാജ്യത്തെ ഒരു ഏകശില രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഈ രാജ്യത്ത് നടക്കുകയാണ്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തുകയാണ്. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു, മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി മാറ്റി, NIAക്ക് കൂടുതൽ അധികാരം കൊടുത്തു, UAPA നിയമം ഭേദഗതി ചെയ്തു. ഇങ്ങനെ ഓരോ അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. SIR നടപ്പിലാക്കി. ഈ രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പോലും ഹൈജാക്ക് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ ഈ രാജ്യം കൗതുകത്തോടെ ഉറ്റുനോക്കുന്നു. കേരളം എങ്ങനെ വിധിയെഴുതുന്നു? 100% സാക്ഷരതയുള്ള പ്രബുദ്ധ കേരളം ഈ രാജ്യത്ത് മതേതരത്വത്തെ ശക്തിപ്പെടുത്താൻ, രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിധിയെഴുതണം. ഈ രാജ്യത്തിനൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം എന്ന് പറയുന്നത് ലോകത്തെവിടെ അടിച്ചമർത്തപ്പെട്ടവരുണ്ടോ ആ അടിച്ചമർത്തപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ രാജ്യത്തിന്റെ പാരമ്പര്യം. അമേരിക്ക ഇന്ന് ഇറാന്റെ മേൽ ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ആക്രമണം അഴിച്ചുവിടുകയാണ്. ഇറാനിലെ പിഞ്ചുമക്കൾ മുതൽ അവിടുത്തെ പരമാധികാരിയായിട്ടുള്ള ആത്മീയ അധ്യക്ഷൻ അയത്തുള്ള ഹുമൈനി വരെ ആ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. അമേരിക്കയുടെ ആദ്യത്തെ ആക്രമണമല്ല. പലസ്തീനിലെ ഗസ മുൻപിൽ ആളുകളെ കൊല്ലുവാൻ, പിഞ്ചുമക്കളെ കൊല്ലിടുവാൻ ബോംബിട്ടു അവിടെ
വെനീസ്വലയിൽ പോയി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ഓരോ രാജ്യത്ത് കടന്നു കയറുകയാണ്. ആ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി അവിടുത്തെ ഗവൺമെന്റുകളെ അട്ടിമറിച്ച് പാവ ഗവൺമെന്റുകളെ പ്രതിഷ്ഠിക്കുവാനുള്ള നീക്കം അമേരിക്ക നടത്തുമ്പോൾ ഒരു കാലത്ത് ഇന്ത്യ രാജ്യം ഇത്തരത്തിലുള്ള അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ പ്രതികരിക്കാൻ ഈ രാജ്യത്തിന് ധൈര്യമുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലെ, ഇന്ദിരാഗാന്ധിയെ പോലെ, മൻമോഹൻ സിംഗിനെ പോലെ, ഈ അഹമ്മദ് സാഹിബിനെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ ഈ രാജ്യത്തിന്റെ എല്ലാ പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമാണ്. പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ശ്രീ ഇമ്രാൻ പ്രതാപ് ഖാർഗെജി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് രാജ്യസഭാ മെമ്പറായി ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ 10,000-ങ്ങളെ ഉത്തരേന്ത്യയിൽ ആകർഷിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഉറുദു കവി കൂടിയായിട്ടുള്ള നല്ലൊരു സാംസ്കാരിക നേതാവായി രാജ്യത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ഒരു രാഷ്ട്രീയ നേതാവായി ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പടർന്നു വന്തലിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ രാജ്യസഭാ മെമ്പർ പ്രിയപ്പെട്ട ഇമ്രാൻ പ്രതാപ് ഖാർഗെജിയാണ് കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്തിനൊരു നിലപാടുണ്ടായിരുന്നു. അമേരിക്കക്കെതിരെ, അതിന്റെ അധിനിവേശ നിലപാടുകൾക്കെതിരെ, ഇസ്രായേലിനെ കൂട്ടുപിടിച്ചവർ നടത്തുന്ന കാടത്തത്തിനെതിരെ അരുത് എന്ന് കൽപ്പിക്കാൻ, നിർത്ത് എന്ന് ആജ്ഞാപിക്കാൻ ആർജവമുള്ള ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. അത് പഴയ ഇന്ത്യയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യ, ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ, മൻമോഹൻ സിംഗും ഈ അഹമ്മദ് സാഹിബും വരെയുള്ള ഇന്ത്യയുടെ നേതാക്കന്മാർ ആ പാരമ്പര്യത്തെയും പൈതൃകത്തെയും മുന്നോട്ട് കൊണ്ടുപോയി. നമ്മുടെ ശബ്ദം ലോകം ശ്രദ്ധ വെച്ച് കേട്ടിരുന്നു. ഇന്ന് ഈ രാജ്യത്തിന്റെ ശബ്ദത്തിനൊരു വിലയുമില്ല. അമേരിക്കയുടെ മനോരോഗിയായ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടിമക്കൂട്ടമായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരൻ പ്രതിസന്ധിയിലാണ്. നമ്മുടെ ഹോട്ടലുകളിൽ അടച്ചുപൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ ലഭ്യമല്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്ന് പറയുന്നത് ഗൾഫ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മലർവാടിയായ ഗൾഫ് രാജ്യങ്ങളാണ്. പശ്ചിമേഷ്യയിൽ ഇന്ന് വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ സഹോദരങ്ങൾ വലിയ ആശങ്കയിലാണ്. അവിടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കുന്ന വിധം പശ്ചിമേഷ്യ പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ ഹോട്ടലുകൾ പോലും ഗ്യാസ് സിലിണ്ടർ കിട്ടാതെ അടച്ചുപൂട്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ യുദ്ധം നിർത്തണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടാൻ ലോകരാജ്യങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തിന് ഒരു നിലപാടെടുക്കാൻ കഴിയുമായിരുന്നു. ഇന്നലകളിൽ രാജ്യത്തിന്റെ പാരമ്പര്യം അതായിരുന്നു. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ശാക്തിക ചേരികൾക്കെതിരായി ചേരിചേരാ നയം എന്ന രീതിയിൽ മൂന്നാം ലോകരാജ്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ശബ്ദം ലോകത്ത് വേറിട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ ശബ്ദം ഇന്ന് അമേരിക്കയുടെ ഏറാൻ മൂളികൾക്ക് സമമായി ഈ രാജ്യത്തിന്റെ ശബ്ദം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനൊരു മാറ്റം വരണം. ലോകത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ശബ്ദമായി ഇന്ത്യയുടെ ശബ്ദം തിരിച്ചു വരണം. ആ ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കണം. ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തെ യുദ്ധത്തിനെതിരായിക്കൊണ്ട്, ഫാസിസത്തിനെതിരായിക്കൊണ്ട്, ആഗോളതലത്തിൽ അമേരിക്ക ഉയർത്തുന്ന ഫാസിസത്തിന്റെ ഇന്ത്യൻ പ്രതിരൂപമാണ് നരേന്ദ്രമോദി. തീർച്ചയായും ആ രണ്ട് ശക്തികളും ലോകത്തിന് ആപത്താണ്. നമ്മൾ സമാധാനത്തിന്റെ ഈ ശത്രുക്കളെ, ഇരുട്ടിന്റെ കൂട്ടുകാരെ ഈ തെരഞ്ഞെടുപ്പിൽ തുറന്ന് കാട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ, 10 വർഷക്കാലത്തെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ദുരിതത്തിൽ നിന്ന് പുറത്തു വരാൻ, 15 വർഷക്കാലത്തെ തവനൂരിന്റെ വികസനപരമായ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കണമെന്നാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട്, വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്. ഒന്ന് മാത്രം ഞാൻ പറയുന്നു. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ഈ മണ്ഡലവുമായി ബന്ധമുണ്ട്. 2011 ഒരു KSUവിന്റെ പ്രവർത്തകനായിരിക്കുമ്പോൾ ശ്രീ VV പ്രകാശ് മത്സരിക്കുന്ന സമയത്ത് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രസംഗിക്കുവാനും വന്ന കാലം മുതൽ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. 4 വർഷം മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. തവനൂർ എൻ്റെ കർമ്മമണ്ഡലമാണ്. ആ കർമ്മമണ്ഡലത്തിലേക്ക് തന്നെയാണ് ഞാൻ മത്സരിക്കാൻ വന്നത്. ഇടതുപക്ഷത്തിന്റെ ആളുകൾ, രാഷ്ട്രീയമൊന്നും അറിയാത്ത ആളുകളുടെ മുമ്പിൽ ചെന്ന് തെറ്റിദ്ധാരണ പരത്തുകയാണ്. ഞാൻ ഏതോ മറുനാട്ടുകാരനാണ്, എവിടെ നിന്നോ കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണെന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ നടത്തുന്ന ആളുകളോട് ഞാൻ ഒരു മറുനാട്ടുകാരനുമല്ല, നല്ലൊന്നാന്തരം മലപ്പുറംകാരൻ തന്നെയാണ്. ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ജനിച്ച്, ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ ജീവിച്ച്, ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന, മലപ്പുറത്തിന്റെ മണ്ണും മനസ്സും മനവും മനസ്സിലാക്കിയിട്ടുള്ള
നല്ല പച്ച മനുഷ്യനാണ്, നല്ല ഒന്നാന്തരം മലപ്പുറംകാരൻ തന്നെയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എന്നെ നിങ്ങൾ വിജയിപ്പിക്കണം. ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്, ഒരു മാറ്റത്തിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു അവസരം നൽകണം. 15 വർഷം നമുക്കൊരു MLA ഉണ്ട് ഇവിടെ. അദ്ദേഹത്തെ കാണണമെങ്കിൽ, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ, ഒരു സൈൻ മേടിക്കണമെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനായ വോട്ടർ വളാഞ്ചേരിയിലേക്ക് ബസ് കയറി പോവേണ്ടുന്ന സാഹചര്യമായിരുന്നു. ഞങ്ങൾ പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിച്ചാൽ MLA കാണാൻ കുറ്റിപ്പുറം പാലം കടന്ന് അപ്പുറത്ത് പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഈ തവനൂരിൽ താമസിച്ച്, ഈ തവനൂരിൽ ജീവിച്ച്, ഈ തവനൂരിൽ പാവപ്പെട്ട സാധാരണക്കാരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും നിങ്ങളുടെ ഒരു മകനായി, നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായി, ഒരു കുടുംബാംഗമായി ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകുകയാണ്. കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, VS ജോയി എന്ന വ്യക്തിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. എനിക്ക് വോട്ട് ചോദിച്ചതിന്റെ പേരിൽ ഒരാളുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, അടിമുടി മതേതരത്വം ജീവശ്വാസമായി സ്വീകരിച്ച മതേതര ആശയങ്ങൾ പൂർണ്ണമായും അർത്ഥപൂർണമായി ഉൾക്കൊള്ളുന്ന ആ പാരമ്പര്യത്തിൽ ഊന്നി നിന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു തിരഞ്ഞെടുപ്പിലല്ല, 1000 തിരഞ്ഞെടുപ്പിൽ തോൽക്കേണ്ടി വന്നാലും, ഒരു വോട്ടല്ല 1 കോടി വോട്ട് നഷ്ടപ്പെട്ടാലും മതേതരത്വത്തിൽ 1 ഇഞ്ച് വെള്ളം ചേർക്കാത്ത കറകളഞ്ഞ അടിമുടി മതേതരവാദിയായി ഞാൻ ഈ മണ്ണിൽ നിങ്ങളോടൊപ്പം മരിക്കുമ്പോളം ഉണ്ടാകും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഈ മഹാസമ്മേളനം വിജയിപ്പിച്ച നിങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയകവാടത്തിൽ കൈകളമർത്തി താഴ്മയോടെ, വിനയത്തോടെ, വളരെ വളരെ വിനയത്തോടെ വീണ്ടും ഒരിക്കൽ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവന്ദനായ IICCയുടെ മൈനോറിറ്റി സെല്ലിൻ്റെ ചെയർമാൻ കൂടിയായ MP കൂടിയായിട്ടുള്ള ഇമ്രാൻ പ്രതാപ് ഗഡി നമ്മെ അഭിസംബോധന ചെയ്യും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ